Good morning all. Today we are going to discuss a new topic, decoder. Decoder is a logic circuit and it is a combinational circuit too. A decoder converts n inputs into m outputs. That is, we can say that decoder is a multi-input, multi-output logic circuit which decodes n inputs into m outputs. ഡീകോഡറിൽ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് നമുക്ക് എടുക്കാൻ കഴിയും, അതുപോലെ ഡീകോഡർ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടിനെയും നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ n ഇൻപുട്ട്സ് കൊടുത്താൽ m ഔട്ട്പുട്ട്സ് ആണ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഈ m എന്ന് പറയുന്നത് 2n ആണ്. അതായത് n ഇൻപുട്ട് കൊടുത്താൽ 2n ഔട്ട്പുട്ടാണ് കിട്ടുക. അതായത് decoder is a multi-input, multi-output logic circuit which decode n inputs into 2n possible outputs. ഇതിൽ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2 ഇൻപുട്ട്സ് കൊടുക്കുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 4 ഔട്ട്പുട്ട്സ് കിട്ടും. അപ്പോൾ 2 ഇൻപുട്ട്സിന് 4 ഔട്ട്പുട്ട്സ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 3 ആണെങ്കിൽ അതിൽ 2 8 ഔട്ട്പുട്ട്സ്. 4 ഇൻപുട്ട് ആണെങ്കിൽ 2 16 ഔട്ട്പുട്ട്സ്. ഇങ്ങനെയായിരിക്കും ഒരു ഡീകോഡറിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ ഡീകോഡർ മൾട്ടി ഇൻപുട്ടാണ്, മൾട്ടി ഔട്ട്പുട്ടാണ്. എത്രയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടും. n ഇൻപുട്ട് കൊടുത്താൽ 2n ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇതിൽ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് കിട്ടും. ഇപ്പോൾ 4 ഇൻപുട്ട്സ് കൊടുക്കുകയാണെങ്കിൽ 16 ഔട്ട്പുട്ട്സ് കിട്ടും. പക്ഷേ ഈ 16 ഔട്ട്പുട്ട്സും ഒരേ സമയം ആക്റ്റീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഹൈ ആയിരിക്കില്ല. ഈ 16 ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് മാത്രമാണ് ഹൈ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. എ ഡീകോഡർ accepts a set of inputs that represents a binary number. ബൈനറി ഇൻപുട്ട് ആയിരിക്കും നമ്മൾ ഇൻപുട്ട് ചെയ്യുക. and activates only that output corresponding to the input number. All other outputs remain inactive. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു 2/4 ഡീകോഡർ ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 0 ആണെങ്കിൽ ഈ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, 0ൻ്റെ ബൈനറി വാല്യൂ 0 ആണ്. 0 ആണെങ്കിൽ ഈ B0 മാത്രം ആക്റ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുക. അതേസമയം 0 ആണ് നമ്മൾ കൊടുക്കുന്ന 2 ഇൻപുട്ട്, ഒന്ന് 0 ഒന്ന് 1. അതായത് 0 1 എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അത് 1നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ B1 മാത്രം ആക്റ്റീവ് ആയിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ ഡെഫിനിഷൻ പഠിക്കുക. എന്താണ്? ഡീകോഡർ ഈസ് എ മൾട്ടി ഇൻപുട്ട്, multi output logic circuit which is a combinational circuit which takes n inputs and produces 2n outputs. ഇതാണ് ഒരു ഡീകോഡർ. ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം 2 ബിറ്റുള്ള ഒരു ബൈനറി നമ്പർ വെച്ച് എത്ര പോസിബിൾ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അതായത് 2 ബിറ്റുള്ള ഒരു ബൈനറി നമ്പർ, അതുപയോഗിച്ച് നമുക്ക് എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? ബൈനറി നമ്പേഴ്സ് 00 അതൊരു 2 ബിറ്റ് ബൈനറി നമ്പറാണ്. 01 അതൊരു 2 ബിറ്റ് ആണ്. 10 11 അപ്പോൾ 2 ബിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4 പോസിബിൾ കോമ്പിനേഷൻസ് പറ്റും. അത് തന്നെയാണ് ഈ 2/4 ഡീകോഡറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്നാൽ 3 ബിറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പോസിബിൾ കോമ്പിനേഷൻസ് പറ്റും? 3 ബിറ്റ് ആണെങ്കിൽ ഇപ്പോൾ 000 001 010 011 അങ്ങനെ നമുക്ക് 8 കോമ്പിനേഷൻസ് പറ്റും. അങ്ങനെ അത് വെച്ചാണ് നമ്മൾ ഈ ഡീകോഡിങ് പോസിബിൾ ആക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2 ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ 4 ഔട്ട്പുട്ട് കിട്ടും. അതായത് 2 ഇൻപുട്ടിന് 2 ഔട്ട്പുട്ട് കിട്ടും. ഈ ഡീകോഡറിൽ ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡീകോഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഡീകോഡറിൽ നമ്മൾ n ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, m ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. ഈ n ഉം m ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് m is equal to 2n എന്നാണ്.
പിന്നെ ഇവിടെ മറ്റൊരു ഇൻപുട്ട് കൂടി നിങ്ങൾക്ക് കാണാം, ഒരു ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് എനേബിൾ സിഗ്നലിനെയാണ്. നമ്മൾ എത്ര ഇൻപുട്ട് എത്ര തന്നെ കൊടുത്താലും ഈ ഡീകോഡർ എനേബിൾ ആക്കണമെങ്കിൽ ഈ എന്നുള്ള ഇൻപുട്ട് ഹൈ വാല്യൂ ആയിരിക്കണം. അതായത് ഈ 1 ആണെങ്കിൽ മാത്രമാണ് ഡീകോഡർ എനേബിൾ ആവുക. ഈ 0 ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇൻപുട്ട് കൊടുത്തതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 0 ആണെങ്കിൽ ഈ ഡീകോഡർ ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിനോടൊപ്പം എനേബിൾ സിഗ്നൽ കൂടി ആക്ടിവേറ്റ് ചെയ്താലാണ് ഈ ഡീകോഡർ ഫങ്ഷനിങ് ആവുന്നത്. ഈ 1 ആണെങ്കിൽ ഡീകോഡർ എനേബിൾഡ് ആയിരിക്കും, ഈ 0 ആണെങ്കിൽ ഡീകോഡർ ഡിസേബിൾഡ് ആയിരിക്കും. അങ്ങനെയാണ് ഒരു ഡീകോഡർ വർക്ക് ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞു നമുക്ക് n ഇൻപുട്ട് കൊടുക്കുമ്പോൾ 2n ഔട്ട്പുട്ട് കിട്ടും. അത് വെച്ച് നമുക്ക് 2 to 4 ഡീകോഡർ ഉണ്ട്, 3 to 8 ഡീകോഡർ ഉണ്ട്, 4 to 16 ഡീകോഡർ ഉണ്ട്, അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ആദ്യം 2 to 4 ഡീകോഡറിന് നോക്കാം. ഫസ്റ്റ് 2 to 4 ഡീകോഡർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2 to 4 ഡീകോഡറിലേക്ക് 2 ഇൻപുട്ട് 4 ഔട്ട്പുട്ട്. ഈ 2 ഇൻപുട്ടിനെ നമ്മൾ AB എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. പോസിബിൾ ഔട്ട്പുട്ട്സിനെ D0, D1, D2, D3 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇതിനങ്ങനെ D0, D1, D2, D3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും 2 ഇൻപുട്ട് 4 ഔട്ട്പുട്ട്. ഇതാണ് ഒരു 2x4 ഡീകോഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇതിലൊരു എനേബിൾ സിഗ്നൽ കൂടി ഉണ്ടായിരിക്കും. ഈ എനേബിൾ സിഗ്നൽ 1 ആവുമ്പോൾ മാത്രമാണ് ഈ ഇൻപുട്ടുകളൊക്കെ ഇൻപുട്ടുകൾ ഏത് കൊടുത്താലും വർക്ക് ചെയ്യുള്ളൂ. എനേബിൾ 0 ആണെങ്കിൽ ഇൻപുട്ട് വാല്യൂ എന്തായിരുന്നാലും നമ്മുടെ ഔട്ട്പുട്ട് ഒരു ആക്ടിവേറ്റ് ആവില്ല, അതായത് ഡീകോഡർ ആക്ടിവേറ്റ് ആവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഇൻപുട്ടിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂസ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഈ ഡീകോഡറിൻ്റെ ട്രൂത്ത് ടേബിൾ. നമുക്കറിയാവുന്ന പോലെ ട്രൂത്ത് ടേബിളിൽ ഇൻപുട്ട്സും ഔട്ട്പുട്ട്സും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ AB ഇൻപുട്ടാണ്. ഈ ഇൻപുട്ട് 2 ബിറ്റ് ആയതുകൊണ്ട് 2 ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്? 2 ബിറ്റ് ഉപയോഗിച്ച് 0 0 0 1 1 0 1 1 ഇത്രയും കോമ്പിനേഷൻസ് ആണുള്ളത്. 0 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ D0 സിഗ്നൽ മാത്രം ഹൈ കാണിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഞാൻ നേരത്തെയും പറഞ്ഞു 0 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി വാല്യൂ എന്താണ്? 0 അല്ലേ? അപ്പോൾ D0 ആണ് ആക്ടിവേറ്റ് ആയിരിക്കുക, ബാക്കിയെല്ലാം ഇനാക്ടിവേറ്റ് ആയിരിക്കും. എന്നാൽ 0 1 കൊടുക്കുമ്പോൾ D1, 0 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? D1. 1 0 കൊടുക്കുമ്പോൾ D2, 1 1 കൊടുക്കുമ്പോൾ D3. ഇപ്പോൾ ഇതിനെ D0, D1, D2, D3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിനെ PQRS എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് എനേബിൾ ആവും എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ലോജിക് കണക്ഷൻ പിടികിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവും 0 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ആ 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ മാത്രം ആക്ടിവേറ്റ് ആയിരിക്കും. അപ്പോൾ 0 0 കൊടുക്കുമ്പോൾ D0 ആക്റ്റീവ് ആവും, 0 1 കൊടുക്കുമ്പോൾ D1, 1 0 കൊടുക്കുമ്പോൾ D2, 1 1 കൊടുക്കുമ്പോൾ D3. മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് ഉണ്ടെങ്കിലും ഒരു ഔട്ട്പുട്ട് മാത്രമാണ് ആക്ടിവേറ്റ് ആയിരിക്കുക. ആ ഔട്ട്പുട്ട് ഏത് ആക്ടിവേറ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന 2 ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൽ നോക്കൂ എങ്ങനെയാണ്. ഇപ്പോൾ D0നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. D0 1 ആവണമെങ്കിൽ ഈ ഓപ്പറേഷൻ എന്തായിരിക്കണം? ഈ D0 1 ആവണമെങ്കിൽ D0 കിട്ടാനുള്ള ഓപ്പറേഷൻ എന്തായിരിക്കണം? എയും ബിയും 0 ആണ്. എയും ബിയും 0 ആവണമെങ്കിൽ D0 1 ആയിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഓപ്പറേഷൻ എന്തായിരിക്കണം? D0 A ബാർ ഡോട്ട് ബി ബാർ ആയിരിക്കണം. A ബാർ ഡോട്ട് ബി ബാർ ആണെങ്കിൽ രണ്ടും 0 ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. എന്നാൽ അതേസമയം ഇവിടെയൊക്കെ D0 A ബാർ ഡോട്ട് ബി ബാർ എന്ന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള 3 കേസിൽ നമുക്ക് 0 കിട്ടും, ഇവിടെ മാത്രം 1 കിട്ടും. അപ്പോൾ ഓപ്പറേഷൻ A ബാർ ബി ബാർ ആയിരിക്കും അല്ലേ? D0 A ബാർ ബി ബാർ ആയതുകൊണ്ടല്ലേ D0 ഈ കേസിൽ 0 0 ആവുന്ന കേസിൽ മാത്രം 1 കിട്ടി, ബാക്കിയുള്ള എല്ലാ കേസിലും 0 കിട്ടി. അതുപോലെ D1 എന്തായിരിക്കും? D1 എപ്പോൾ മാത്രമാണ് 1 കിട്ടുന്നത്? A 0യും B 1ഉം ആവുന്ന കേസിൽ മാത്രമാണ് D1 1 കിട്ടുന്നത്, ബാക്കിയുള്ള എല്ലാ കേസിലും 0 ആയിരിക്കും. ഇവിടെ 1 കിട്ടാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഒരു ആൻഡ് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? A ബാർ B ചെയ്താൽ മതി. A ബാർ ആവുമ്പോൾ 0 1 ആവും ഇൻറ്റു 1. A ബാർ B ചെയ്താൽ മതി. ആ A ബാർ B മറ്റ് കേസസിൽ 0 ആവുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. ഇവിടെ A ബാർ B ആവുമ്പോൾ 0 ആയിരിക്കും, ഇവിടെ A ബാർ B ആവുമ്പോൾ 0 ആയിരിക്കും, ഇവിടെയും A ബാർ B ആവുമ്പോൾ 0 ആയിരിക്കും. അതായത് D1 എന്ന് പറയുന്ന ഓപ്പറേഷൻ A ബാർ B ആണെന്ന് കാണാം. അതുപോലെ D2 A B ബാർ ആണ്. D3 നമുക്ക്
നേരിട്ടിട്ട് 1 1 ആവുമ്പോൾ നമുക്ക് 1 കിട്ടുന്നുണ്ട്, അതായത് AB ആണ്. D3 മറ്റെല്ലാ കേസിലും AB ചെയ്യുമ്പോൾ നമുക്ക് 0 അവിടെ വരുന്നത് കൊണ്ട് 0 × വരുന്നത് കൊണ്ട് അതെല്ലാം 0 ആയി പോകും. 1 1 ആവുമ്പോൾ മാത്രം D3 1 കിട്ടും. അപ്പോൾ D3യുടെ ഓപ്പറേഷൻ AB ആണ്. ഇതിൽ നിന്ന് നമുക്ക് അവിടെ നടക്കുന്ന ഒരു ഡീകോഡറിൻ്റെ അകത്ത് നമുക്ക് റിസൾട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. D0 കിട്ടാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ A ബാർ B ബാർ, D1 കിട്ടാൻ A ബാർ B, D2 കിട്ടാൻ A B ബാർ, D3 ആണെങ്കിൽ AB. ഇത് വെച്ച് നമുക്ക് അതിൻ്റെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. നോക്കൂ, ഇതാണ് ഇതിൻ്റെ ലോജിക് സർക്യൂട്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 ഇൻപുട്ടാണുള്ളത്, എയും ബിയും. അത് എല്ലാ ഓപ്പറേഷൻസും ആൻഡ് ആയതുകൊണ്ട് നമ്മൾ ആൻഡ് ഗേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് 4 ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ 2 ഇൻപുട്ട് 4 ഔട്ട്പുട്ട്. ഇതൊരു 2/4 ഡീകോഡറിൻ്റെ ലോജിക് സർക്യൂട്ടാണ്. ഇനി നമുക്ക് പലയിടത്തും A ബാർ B ബാർ ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ഇൻപുട്ടിനെ ഒന്ന് കോംപ്ലിമെൻറ്റ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ A എന്നുള്ള ഇൻപുട്ടിനെ നമ്മളിവിടെ കോംപ്ലിമെൻറ്റ് ചെയ്തു, A ബാർ കിട്ടി. B എന്നുള്ള ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു, B ബാർ കിട്ടി. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? D0 ആണ്. D0 ആവണമെങ്കിൽ ഈ ആൻഡ് ഗേറ്റിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്തായിരിക്കണം? A ബാർ B ബാർ. ഇവിടെ ഈ നെഗേഷൻ ബാർ ഇടാതെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് അറിയാമല്ലോ അല്ലേ? A ബാർ എന്നുള്ളത് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ D0 = A ബാർ B ബാർ, അതായത് A ബാർ B ബാർ. അതേസമയം D1 A ബാർ B, A ബാർ B കോംപ്ലിമെൻറ്റിലൂടെ അല്ലാതെ B. D2 A B ബാർ, D3 എന്ന് പറയുന്നത് A B. ഇങ്ങനെ 2 ഇൻപുട്സ് ആണ് ഓരോന്നിലേക്കും കൊടുക്കുന്നത്. അതിൽ നിന്ന് 4 ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് മൊത്തം നോക്കുകയാണെങ്കിൽ 2 ഇൻപുട്ടേ ഉള്ളൂ, എയും ബിയും. ഔട്ട്പുട്ട് നമുക്ക് 4 കിട്ടും, D0 D1 D2 D3. ഇതൊരു 2/4 ഡീകോഡറാണ്. ഇതിൻ്റെ ഓപ്പറേഷൻസ്, ട്രൂത്ത് ടേബിൾ, എങ്ങനെ ആ ട്രൂത്ത് ടേബിളിനെ വെച്ച് നമ്മൾ എങ്ങനെ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തു, ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് 3 to 8 ഡീകോഡർ. നമുക്കറിയാവുന്നതാണ്, 3 ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 8 ഔട്ട്പുട്ടാണ് കിട്ടുക. അതായത് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 2n ആണ്. അല്ലെങ്കിൽ 3 ഇൻപുട്ട്സ് കൊടുക്കുമ്പോൾ 2/3, 8 ഔട്ട്പുട്ട്സ് ആണ് കിട്ടുക. അപ്പോൾ ഇതൊരു 3/8 ഡീകോഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഇവിടെ ആരോസ് കൊടുത്തിട്ടില്ല കേട്ടോ, ഇവിടെ ഔട്ട്പുട്ട് ആരോസ് കൂടി ഉണ്ട്. അതായത് 3 ഇൻപുട്ടാണ് A B C. അതിൽ നമുക്ക് 8 ഔട്ട്പുട്ടാണ് കിട്ടുക, D0 to D7. D0 to D7 എന്ന് പറയുമ്പോൾ D0 D1 D2 D3 D4 D5 D6 D7, അങ്ങനെ 8 ഔട്ട്പുട്ടാണ് കിട്ടുക. എന്തുകൊണ്ടാണ് അതിനെ D0 to D7 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ റെപ്രസെൻറ്റേഷൻ കുറച്ചുകൂടി എളുപ്പമാവാനാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ 3 ഇൻപുട്ട് 8 ഔട്ട്പുട്ട്. ഈ ഇൻപുട്ടിനനുസരിച്ച് ഈ 8 ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ആക്റ്റീവ് ആവുക. ഡീകോഡറിൽ 8 ഔട്ട്പുട്ട് കിട്ടുമെങ്കിലും 8 ഔട്ട്പുട്ടും ആക്റ്റീവ് ആയിരിക്കില്ല. ഏതാണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിനനുസരിച്ച് 8ൽ ഏതെങ്കിലും ഒന്നാണ് ആക്റ്റീവ് ആവുക. അത് ഏത് ആക്റ്റീവ് ആവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ABC ഇൻപുട്ടാണ് 3 ഇൻപുട്ട്. ഇതിൽ പോസിബിൾ കോമ്പിനേഷൻസ് എത്രയാണ്? ഈ 3 ഇൻപുട്ട് വെച്ച് നമുക്ക് 8 കോമ്പിനേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും 8 ആണ്. അതിന് നമ്മൾ D0 to D7 റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഇൻപുട്ടിനനുസരിച്ച് ട്രൂത്ത് ടേബിളിൽ ചില വാല്യൂസ് മാത്രം ഹൈ ആയിട്ട് കാണാം, 1 ആയിട്ട് കാണാം. നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഹൈ ആയിരിക്കേണ്ടത്, ഇൻപുട്ടിനനുസരിച്ച് ഏത് വാല്യൂ ആണ് ഹൈ ആയിരിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം 0 0 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1നെയാണ്. അല്ല, 0 0 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് 0നെയാണ്. അപ്പോൾ ഏതായിരിക്കും 1 ആയിരിക്കുക? D0. 0 0 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ D1 മാത്രം ഹൈ ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. 0 1 0 അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2നെയാണ്. അപ്പോൾ D2 മാത്രം ഹൈ വാല്യൂ കാണിക്കുന്നു, ബാക്കിയെല്ലാം ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുക. 0 1 1 ആകുമ്പോൾ അപ്പോൾ ഏതായിരിക്കും? D3. 1 0 0 ആകുമ്പോൾ D4, 1 0 1 ആകുമ്പോൾ D5, 1 1 0 ആകുമ്പോൾ D6, 1 1 1 ആകുമ്പോൾ D7. ഈ ഒരു ലോജിക്ക് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കും. ഇനി D0 0 0 0 ആകുമ്പോൾ ഹൈ കിട്ടണമെങ്കിൽ അതിൽ നടക്കുന്ന ഓപ്പറേഷൻ ഏതായിരിക്കണം? ഒരു ആൻഡ് ഓപ്പറേഷനാണ്. ഇപ്പോൾ 0 0 0ക്ക് ഇത് ഹൈ വരണമെങ്കിൽ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ
ഉറപ്പായിട്ടും എ ബാർ ബി ബാർ സി ബാർ ആയിരിക്കും. അപ്പോഴാണ് ഇവിടെ 1 കിട്ടുള്ളൂ. എന്നാൽ മറ്റേത് D0 എടുത്താലും എ ബാർ ബി ബാർ സി ബാറിന് 0 കിട്ടുന്ന കാണാം. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ D0 എടുത്ത് നോക്കൂ. എ ബാർ ബി ബാർ സി ബാർ, എ ബാർ ബി ബാർ സി ബാർ എന്ന് പറയുമ്പോൾ 1 1 0 എന്ന് വരും. അപ്പോൾ ഇത് 0 ആയി പോകും. ഈ ഒരു കേസിൽ മാത്രമാണ് ഹൈ കിട്ടുക. 0 0 0 ഇൻപുട്ട് കൊടുക്കുമ്പോൾ മാത്രം D0 1 കിട്ടണം. അതിന് വേണ്ട ഓപ്പറേഷൻ ഏതാണ്? D0 എ ബാർ ബി ബാർ സി ബാർ. അതുപോലെ D1 0 0 1 എന്നുള്ള കേസിൽ മാത്രം ഹൈ വാല്യൂ കാണിക്കണം. ബാക്കി എല്ലാ കേസിലും 0 ആയിരിക്കണം. അപ്പോൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ ഏതായിരിക്കും? ഇവിടെ 1 കിട്ടണമെങ്കിൽ 0നെ നമ്മൾ എന്തായാലും കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. എ ബാർ ബി ബാർ സി അതല്ലേ? D1 = എ ബാർ ബി ബാർ സി. അപ്പോൾ D2 ഓപ്പറേഷൻ എന്തായിരിക്കും? എ ബാർ ബി സി ബാർ, എ ബാർ ബി സി ബാർ. D3 എ ബാർ ബി സി, കറക്റ്റ്. D4 എ ബി ബാർ സി ബാർ അല്ലേ? D5 എ ബി ബാർ സി. D6 എ ബി സി ബാർ. D7 എന്ന് പറഞ്ഞാൽ എല്ലാം 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുത്താൽ മതി? എ ബി സി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ഇപ്പോൾ D7 1 ആവുന്നത്, D7 എന്നുള്ളതിൻ്റെ വാല്യൂ 1 ആവുന്നത് 1 1 1 ഇൻപുട്ട് കിട്ടുമ്പോൾ മാത്രമാണ്. ബാക്കി എല്ലാ കേസിലും D7 എന്തായിരിക്കും? 0 ആയിരിക്കും. അത് അങ്ങനെ തന്നെ അല്ലേ കിട്ടുന്നതെന്ന് ഒന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ D0 D1 D2 D3 D4 D5 D6 D7 കിട്ടാനുള്ള ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 3 ഇൻപുട്ട്, അതിലേക്ക് 8 ഔട്ട്പുട്ട്. ഈ 8 ഔട്ട്പുട്ടും കിട്ടുന്ന ഓപ്പറേഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇതിൻ്റെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്തൂടെ? അപ്പോൾ അതിൻ്റെ ലോജിക് സർക്യൂട്ട് എന്തായിരിക്കും? ഇതായിരിക്കും. നമുക്ക് 3 ഇൻപുട്ടാണുള്ളത്, എ ബി സി. പിന്നെ അതിനെ പലയിടത്തും കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ നോട്ട് ഗേറ്റ് ഉപയോഗിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ D0 D1 D2 D3 D4 D5 D6 D7 ഇതെല്ലാം ആൻഡ് ഗേറ്റിലൂടെയാണ്. ആൻഡ് ഗേറ്റ് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻ അനുസരിച്ച് ഇൻപുട്ടുകൾ കൊടുക്കുകയാണ്. എ ബാർ ബി ബാർ സി ബാർ ആണ് ആദ്യം കിട്ടേണ്ടത്. അപ്പോൾ കോംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ എ ബാർ ബി ബാർ സി ബാർ ഇവിടെ കൊടുക്കും. ഇവിടെയോ എ ബാർ ബി ബാർ ആണ്, പക്ഷേ സി ഡയറക്റ്റ് ആണ്, കോംപ്ലിമെൻറ്റ് ചെയ്യാത്ത സി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അടുത്ത കേസിൽ D2 എ ബാർ ബി കോംപ്ലിമെൻറ്റ് ചെയ്യാത്ത ബി ആണ്, സി ഇങ്ങനെ കൊടുക്കും. ഇതാണ് ഇതിൻ്റെ. അങ്ങനെ ഓരോന്നും നമ്മൾ D7 വരെ ശ്രദ്ധിച്ചു നോക്കുക. D7 നോക്കി നോക്കൂ. എ ബി സി, എ കൊടുക്കുന്നു, ബി കൊടുക്കുന്നു, സി കൊടുക്കുന്നു ആൻഡ് ഗേറ്റിലേക്ക്. ഇതാണ് നമ്മുടെ 3 to 8 ഡീകോഡറിൻ്റെ ലോജിക് സർക്യൂട്ട് റിയലൈസേഷൻ. ഇതെല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഓർത്ത് വെക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഏത് ഇൻപുട്ട് നമുക്ക് ഒരു D0 1 ആവണമെങ്കിൽ അതിൽ നടക്കുന്ന ഇൻപുട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ ഓപ്പറേഷൻ അനുസരിച്ച് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവർക്കും 3 to 8 ഡീകോഡറും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ 3 to 8 ഡീകോഡറിനെ നമുക്ക് 2 to 4 ഡീകോഡേഴ്സ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളടുത്ത് നമുക്ക് ആവശ്യമുള്ള ഓപ്പറേഷൻ 3 to 8 ഡീകോഡറാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ 2 to 4 ഡീകോഡറേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 2 to 4 ഡീകോഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3 to 8 ഡീകോഡർ ഉപയോഗിക്കാൻ പറ്റും. കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലോവർ ഓർഡർ ഡീകോഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹയർ ഓർഡർ ഡീകോഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഏതാണ് ലോവർ ഓർഡർ ഇവിടെ? അതെ, 2 to 4 ആണ് ലോവർ ഓർഡർ ഡീകോഡർ. ഈ 2 to 4 ഉപയോഗിച്ച് നമുക്ക് 3 to 8 ഉണ്ടാക്കാൻ പറ്റും. അത് നോക്കാം. ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ. ഒരു ഹയർ ഓർഡർ ഡീകോഡർ ഉണ്ടാക്കാൻ എത്ര ലോവർ ഓർഡർ ഡീകോഡർ വേണ്ടി വരും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 3 to 8 ഡീകോഡറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിന് നമുക്ക് 2 2 to 4 ഡീകോഡറാണ് വേണ്ടി വരിക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ. നമ്പർ ഓഫ് ലോവർ ഓർഡർ ഡീകോഡർ റിക്വയർഡ് ഇസ് ഈക്വൽ ടു M2/M1. എന്താണ് M2? M2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഓഫ് ദ ഹയർ ഓർഡർ ഡീകോഡർ. M1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഓഫ് ദ ലോവർ ഓർഡർ ഡീകോഡർ. നമ്മുടെ ഹയർ ഓർഡർ, അതായത് നമുക്ക് ആവശ്യമുള്ള ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട്സ് എത്രയാണ്? 3 to 8 ആകുമ്പോൾ 8 ഔട്ട്പുട്ട്സ് ആണ്. അപ്പോൾ M2 ഇവിടെ 8.
M1 എന്താണ്? ലോവർ ഓർഡർ റിക്വയർഡ്, നമ്മുടെ കയ്യിലുള്ള ലോവർ ഓർഡർ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടാണ്. അത് 2 to 4 ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അത് 4 ആണ്. അപ്പോൾ M2/M1 എത്രയാണ്? 8/4, അതായത് 2. അപ്പോൾ നമുക്ക് 2 2 to 4 ഡീകോഡർ ഉപയോഗിച്ച് ഒരു 3 to 8 ഡീകോഡർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു 4 to 16 ഡീകോഡറിനെയാണ്. നമ്മുടെ കയ്യിൽ 2 to 4 ഡീകോഡേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉപയോഗിക്കേണ്ടി വരും? എങ്ങനെ കണ്ടുപിടിക്കുക? M2/M1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. where M2 is equal to number of outputs of the higher order decoder. ഇവിടെ ഹയർ ഓർഡർ ഡീകോഡർ 4 to 16 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് M2 16 ആണ്. ഇപ്പോൾ 16 ഡിവൈഡഡ് ബൈ M1. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ലോവർ ഓർഡർ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ടാണ്. അതിവിടെ 2 to 4 ആകുമ്പോൾ 4 ആണ്. അപ്പോൾ M1 is 4. 16/4 is equal to 4. അപ്പോൾ 2 to 4 ഉപയോഗിച്ച് 4 to 16 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 4 2 to 4 ഉപയോഗിക്കേണ്ടി വരും. 2 to 4 ഉപയോഗിച്ച് 3 to 8 ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 2 3 to 8 ഉണ്ടാക്കേണ്ടി വരും. ഇനി 3 to 8 ഉപയോഗിച്ച് നമുക്ക് 4 to 16 ഉണ്ടാക്കാം. അപ്പോൾ എത്ര വേണ്ടി വരും? 16/8 ആയിരിക്കും വരിക. അപ്പോൾ 2. അപ്പോൾ 2 3 to 8 ഡീകോഡർ ഉപയോഗിച്ച് നമുക്ക് ഒരു 4 to 16 ഡീകോഡർ ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ. എങ്ങനെയാണ് ഒരു ഹയർ ഓർഡർ ഡീകോഡർ ഉണ്ടാക്കാൻ, എത്ര ലോവർ ഓർഡർ ഡീകോഡേഴ്സ് വേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഏതായാലും നമുക്കൊരു 3 to 8 ഇവിടെ ബിൽഡ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ളത് 2 to 4 ആണ്. അപ്പോൾ 2 എണ്ണം വേണ്ടി വരുമെന്ന് മനസ്സിലായി. ഇനി എങ്ങനെയാണ് 2 എണ്ണം ഉപയോഗിച്ചിട്ട് ഒരു 3 to 8 ഡീകോഡർ ഉണ്ടാക്കാമെന്ന് കാണാം. ഇതാണ് 3 to 8 ഡീകോഡർ ഫ്രം 2 to 4 ഡീകോഡർ. 2 2 to 4 ഡീകോഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ 2 to 4 ഡീകോഡറിലും 4 ഔട്ട്പുട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടിലും കൂടി നമുക്ക് ആകെ 8 ഔട്ട്പുട്ട് ഉണ്ട്. നമ്മൾ അതിനെ ഇങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നു. ആദ്യത്തേതിൻ്റെ D0 to D3, രണ്ടാമത്തേതിൻ്റെ D4 to D7. D0 D1 D2 D3 D4 D5 D6 D7. ഇത് 8 ഔട്ട്പുട്ടാണെന്ന് കാണാം. ഇനി ഇതൊരു 3 to 8 ഡീകോഡറായി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഇതിൽ ഒരു ഔട്ട്പുട്ട് മാത്രമേ ആക്റ്റീവ് ആവാൻ പാടുള്ളൂ. ശരിക്കും ഇത് 2 2 to 4 ഡീകോഡറാണ്. അപ്പോൾ ആദ്യത്തേതിലും ഒരു ഔട്ട്പുട്ട് ആക്റ്റീവ് ആവാം, രണ്ടാമത്തേതിലും ഒരു ഔട്ട്പുട്ട് ആക്റ്റീവ് ആവാം. അപ്പോൾ 2 എണ്ണം ആക്റ്റീവ് ആവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ 8 എണ്ണത്തിൽ ഒരേ സമയം നമ്മുടെ ഇൻപുട്ട് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ മാത്രമേ ഹൈ വാല്യൂ ആയിരിക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം 0 ആയിരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 to 4 ഡീകോഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 ഇൻപുട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ? XY എന്ന് നമ്മൾ കൊടുക്കുന്നു. ഈ XY തന്നെയാണ് ഇവിടേക്കും കൊടുക്കുന്നത്. XY തന്നെയാണ് ഇവിടേക്കും ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ എനേബിൾ സിഗ്നൽ ഉപയോഗിച്ചാണ്. ഇതാണ് എനേബിൾ സിഗ്നൽ. ഈ എനേബിൾ സിഗ്നൽ നോട്ട് ചെയ്ത് ഫസ്റ്റ് ഗേറ്റിലേക്കും നേരിട്ട് രണ്ടാമത്തേലേക്കും കൊടുക്കുന്നു. അതായത് എനേബിൾ 0 ആയിരിക്കുമ്പോൾ നോർമലി നമ്മൾ എനേബിൾ സിഗ്നൽ എന്തിനാണ് ഉപയോഗിക്കുക? എനേബിൾ 0 ആയിരിക്കുമ്പോൾ ഡീകോഡർ വർക്ക് ചെയ്യില്ല. എനേബിൾ 1 ആയിരിക്കുമ്പോൾ മാത്രമാണ് ഡീകോഡർ വർക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ നോക്കൂ, എനേബിൾ 0 ആയിരിക്കുമ്പോൾ ഈ 0 വാല്യൂ നോട്ട് ചെയ്ത് ഇവിടെ എത്ര പോവും? 1 പോവും. അപ്പോൾ ഈ ഡീകോഡർ വർക്ക് ചെയ്യും. പക്ഷെ ഇത് വർക്ക് ചെയ്യില്ല. കാരണം ഇവിടേക്ക് കിട്ടുന്നത് എത്രയാണ്? എനേബിൾ 0 ആണ്. അപ്പോൾ ഇത് മാത്രം വർക്ക് ചെയ്യും. കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഏതായിരിക്കും ഇൻപുട്ട്? ഇപ്പോൾ 0 0 ആണെങ്കിൽ D0 വർക്ക് ചെയ്യും. 0 1 ആണെങ്കിൽ D1 വർക്ക് ചെയ്യും. 0 1 0 ആണെങ്കിൽ D2 വർക്ക് ചെയ്യും. 1 1 ആണെങ്കിൽ D3 വർക്ക് ചെയ്യും. ഇനി എനേബിൾ 1 ആവുന്ന കേസിൽ എങ്ങോട്ട് പോകും? ഇത് ഡീആക്ടിവേറ്റ് ആവും. കാരണം 1 ആവുമ്പോൾ ഈ എനേബിൾ സിഗ്നൽ എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ആവും. ഇത് വർക്ക് ചെയ്യും. ഇത് വർക്ക് ചെയ്യുമ്പോൾ 0 0 ആവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? D4 വരും. 0 1 ആവുമ്പോൾ D5, 1 0 ആവുമ്പോൾ D6, 1 1 ആവുമ്പോൾ D7. ശരിക്കും ഈ എനേബിൾ സിഗ്നലിനെ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനേബിൾ 0, ഇത് 0 0, അതായത് 0 0 0 ആവുമ്പോഴാണ് D0 വരുന്നതെന്ന് കാണാം. 0 0 1 ആവുമ്പോഴാണ് D1 വരിക. 0 1 0 ആവുമ്പോൾ D2 വരും. 0 1 1 ആവുമ്പോൾ D3 വരും. ഈ എനേബിൾ അതേസമയം 1 ആവുമ്പോൾ വീണ്ടും 1 0 0 ആവുമ്പോൾ D4 വരും. 1 0 1 ആവുമ്പോൾ D5, 1 1 0 ആവുമ്പോൾ D6, 1 1 1 ആവുമ്പോൾ D7. ഈ എനേബിൾ കൂടി ഒരു ഇൻപുട്ട് പോലെ ആക്ട് ചെയ്യുന്ന കാണാം. അപ്പോൾ നോക്കൂ, നമുക്ക് 3 to 8 അല്ലേ ശരിക്കും കിട്ടുന്നത്.
000 ആകുമ്പോൾ D0, അതേസമയം 111 ആകുമ്പോൾ D7. ഇതൊരു 3 to 8 ഡീകോഡറിന് ഈക്വലൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് ഡീകോഡറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു ലോവർ ഓർഡർ ഡീകോഡർ ഉപയോഗിച്ചുകൊണ്ട് ഹയർ ഓർഡർ ഡീകോഡർ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡീകോഡർ എന്താണെന്നാണ്. ഇപ്പോൾ ഡീകോഡർ എന്ന് പറയുന്നത് മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട് ലോജിക് സർക്യൂട്ടാണ്. അതൊരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ്. ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ n ഇൻപുട്ട് കൊടുക്കുമ്പോൾ 2 raised to n ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ n ഇൻപുട്ട് കൊടുക്കുമ്പോൾ 2 raised to n ഔട്ട്പുട്ട് കിട്ടുമെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് 2 to 4 ഡീകോഡർ പോസിബിൾ ആണ്, 3 to 8 ഡീകോഡർ പോസിബിൾ ആണ്, 4 to 16 ഡീകോഡേഴ്സ് പോസിബിൾ ആണ്, അതിലപ്പുറം പോസിബിൾ ആണ്. പക്ഷെ നമ്മുടെ കോംപ്ലിക്കേഷൻസ് വെച്ച് നമ്മൾ 4 to 16 വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞത് 2 to 4ഉം 3 to 8ഉം ആണ്. അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണോ 2 to 4 ഡീകോഡർ, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതനുസരിച്ച് അതിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്താണ്, ആ ഓപ്പറേഷൻ ഉപയോഗിച്ച് എങ്ങനെ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഈ ഒരു ഓർഡറിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം 2 2x4 ഡീകോഡർ ഉപയോഗിച്ച് ഒരു 3x8 ഡീകോഡർ എങ്ങനെ പോസിബിൾ ആക്കാം എന്ന് നമ്മൾ കണ്ടു. അത് എനേബിൾ സിഗ്നലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.